നമസ്കാരം ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ തയ്യാറാക്കുമ്പോൾ കേരളം ഒരു വലിയ പ്രകൃതി ദുരന്തത്തിൽ നടുങ്ങി വിറച്ചു നിൽക്കുന്ന ഒരു അവസരമാണ്. നമ്മളുടെ വയനാട്ടിലെയും പ്രത്യേകിച്ച് മുണ്ടക്കയിലെയും ജനങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും കണ്ണീർ പൂക്കൾ ഞാൻ സമർപ്പിക്കുകയാണ്. ഇത് പറയുമ്പോൾ എൻ്റെ നാട്ടിൽ ആലുവായിൽ തകർത്തു പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ. പെരിയാർ കരകവിഞ്ഞു. ശിവരാത്രി മണപ്പുറം എല്ലാം പൂർണ്ണമായിട്ടും ക്ഷേത്രമടക്കം മുങ്ങിക്കഴിഞ്ഞു. ആലുവായിലും അതിൻ്റെ അലകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മൺമറഞ്ഞ ഈ ദുരന്തത്തിൽ നമ്മെ വിട്ടുപോയ എല്ലാ ആത്മാക്കൾക്കും ഞാൻ എൻ്റെ അനുശോചനങ്ങൾ അറിയിക്കുന്നു. എൻ്റെ കണ്ണീർ പുഷ്പങ്ങൾ അവരുടെ ദേഹത്ത് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ മരിച്ചതിനേക്കാൾ കഷ്ടമായി പരിക്കേറ്റ് ജീവിച്ചിരിക്കുന്നവരും ഹോസ്പിറ്റലിൽ വളരെ ദാരുണമായി കഴിയുന്നവരും അവരെ സഹായിക്കാൻ വേണ്ടി അങ്ങേയറ്റം ശ്രമിക്കുന്ന നമ്മളുടെ രക്ഷാപ്രവർത്തകർക്കുമെല്ലാം നമ്മളുടെ സ്നേഹപ്പൂക്കൾ ഞാൻ സമർപ്പിക്കുന്നു. എന്തായാലും ഓഹരി വിപണിക്ക് ഇന്ന് അവധിയില്ല. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെയാണ് അവധിയുണ്ടെങ്കിലും ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ദുരന്തമായി കണക്കാക്കപ്പെടുന്നത് കൊണ്ടാണ് അത്തരത്തിലൊരു അവധിയോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തത്. എന്തായാലും ഇന്ന് നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സിഗാൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന IPOയുടെ വിശേഷങ്ങളാണ്. സിഗാൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കോൺട്രാക്റ്റ് കമ്പനിയാണ്. അതായത് വലിയ വലിയ എലവേറ്റഡ് റോഡ്സും ഫ്ലൈ ഓവറുകളും ബ്രിഡ്ജസ്, റെയിൽവേ ബ്രിഡ്ജസ്, ടണലുകൾ, ഹൈവേസ്, എക്സ്പ്രസ് ഹൈവേസ്, റൺവേകൾ ഇതെല്ലാം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് സിഗാൾ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള പഞ്ചാബ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി. വടക്കേ ഇന്ത്യയിലാണ് അവരുടെ പ്രവർത്തന മേഖലകളെല്ലാം തന്നെ. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കോൺട്രാക്ടർ എന്നതിലുപരിയായിട്ട് ഡൽഹി മെട്രോയുമായിട്ട് ഒരു ടൈപ്പ് ഉള്ളത് കൊണ്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ട വലിയ വലിയ പ്രൊജക്റ്റുകൾ എടുത്ത് നടപ്പിലാക്കുന്നു. അതുകൂടാതെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട വലിയ പ്രൊജക്റ്റുകൾ സിഗാൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി നിർവഹിച്ചു വരുന്നുണ്ട്. ഇവരുടെ വളരെയധികം പ്രോത്സാഹജനകമായിട്ടുള്ള CAGR നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവരുടെ ടോപ്പ് ലൈനും ബോട്ടം ലൈനും വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കമ്പനിയുടെ ഇഷ്യൂ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെയാണ് നീണ്ടു നിൽക്കുന്നത്. ഇവർ 1252 രൂപ 1252.66 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കുന്നത്. അതിൽ 684.25 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളാണ്. 568.41 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിലുണ്ട്. ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യത്യാസം ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. നേരത്തെ 6 എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സ് ഇപ്പോഴും ശാന്തമായിട്ടില്ല, ക്ഷമിക്കണം. 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെയാണ് ഇഷ്യൂ നീണ്ടു നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഇഷ്യൂവിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. 20 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ് സിഗാൾ. ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വലിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിൽ വളരെയധികം വൈദഗ്ധ്യമുള്ള ഈ കമ്പനി 2002-ലാണ് രൂപം കൊള്ളുന്നത്. അത് എൻജിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നുള്ളൊരു കാറ്റഗറിയിൽ പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ കമ്പനിയാണ്. സിഗാൾ എന്ന ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻജിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നുള്ള ലെവലിൽ. രണ്ടാമത്തേത് HAM അല്ലെങ്കിൽ ഹൈബ്രിഡ് ആനുവിറ്റി മോഡൽ. അതായത് സർക്കാരിൻ്റെ പണികളെല്ലാം ഹൈബ്രിഡ് ആനുവിറ്റി മോഡൽ അല്ലെങ്കിൽ HAM മോഡലിലാണ്. അതായത് ഒരു 40% വർക്കിൻ്റെ പൈസ അവർ ഘട്ടം ഘട്ടമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. 60% പണി പൂർണ്ണമായതിന് ശേഷമേ കൊടുക്കുകയുള്ളൂ. അതാണ് ആ രീതിയിലുള്ള മോഡൽ എന്ന് പറയുമ്പോൾ. ഇനി പിന്നീട് നമുക്ക് പരിശോധിച്ച്
പരിശോധിക്കുകയാണെങ്കിൽ 2024 34ഓളം വലിയ പ്രൊജക്റ്റുകൾ കമ്പനി തീർത്തു കഴിഞ്ഞു. അതിൽ 16 EPC മോഡലാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നുള്ള ലെവലിലുള്ള പ്രൊജക്റ്റുകളാണ്. ഒരെണ്ണം ഹാം മോഡലിലാണ്. പിന്നെ 5 ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് കാര്യത്തിന് വേണ്ടിയിട്ടുള്ള വർക്കാണ്. 12 ഐറ്റം റേറ്റ് പ്രോജക്ട്സ് ഉണ്ട്. അതായത് വർക്ക് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ലെങ്ത്തും എല്ലാം നോക്കിയിട്ട് ഗവൺമെൻറ് പൈസ റിലീസ് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊജക്റ്റാണ്. പ്രധാനമായിട്ടും റോഡുകളും ഹൈവേകളും തന്നെയാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും 18 പ്രൊജക്റ്റുകളാണ് ഓൺ ഗോയിങ് ആയിട്ടുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എലവേറ്റഡ് കോറിഡോർസ്, ബ്രിഡ്ജസ്, ഫ്ലൈ ഓവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജസ്, ടണൽസ്, എക്സ്പ്രസ് ഹൈവേസ്, റൺവേ, മെട്രോ പ്രോജക്ട്സ്, പിന്നെ മൾട്ടി ലൈൻ ഹൈവേകൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 13 EPC മോഡലും ബാക്കി 5 ഹാം മോഡലിലുമാണ് ഇപ്പോൾ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂണിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇതുവരെ 9470.84 കോടി രൂപയ്ക്കുള്ള ഓർഡർ ലഭിച്ചു കഴിഞ്ഞു. ഇത് കഴിഞ്ഞ ധനകാര്യ വർഷത്തേക്കാൾ ഏകദേശം 245 കോടി രൂപയോളം അധികമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മൊത്തം വരുമാനത്തിൻ്റെ 80.31% നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് അവർക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ NHAI അല്ലാതെ മറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷൻസുമായിട്ടും കമ്പനി സഹകരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ റെയിൽവേ കൺസ്ട്രക്ഷൻ ഇൻ്റർനാഷണൽ കമ്പനി, അതായത് ഇർക്കോൺ എന്ന് പറയുന്നത്, പിന്നെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ് MES എന്ന് അറിയപ്പെടുന്നു, പിന്നെ ബീഹാർ സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് BSRDCL എന്നിങ്ങനെയുള്ള ഓർഗനൈസേഷൻസ്, ഗവൺമെൻറ്റിൻ്റെ ഓർഗനൈസേഷൻസുമായിട്ടും ഇവർ പ്രവർത്തികൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ഇനി പതിവ് പോലെ ഇതിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. രാംനീക് സെഗാൾ, അദ്ദേഹമാണ് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി. അദ്ദേഹത്തെ കൂടാതെ രാംനീക് സെഗാൾ സൺസ് HUF ഉണ്ട്, RS ഫാമിലി ട്രസ്റ്റും ഉണ്ട്. ഇവരുടെ കൈവശമാണ് ഇഷ്യൂവിന് തൊട്ട് മുമ്പ് മുഴുവൻ ഓഹരികളും എന്ന് തന്നെ പറയാം. 99.99% ഓഹരികളും ഇവരുടെ പേരിൽ തന്നെയാണ്. ഇനി സെഗാളുമായി ബന്ധപ്പെട്ട മറ്റ് ഇൻഫർമേഷൻസ് പരിശോധിക്കുകയാണ്. EPS 19.37 ഈ P റേഷ്യോ 20.7, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 33.57%, NAV 57.7. ഇനി ഇഷ്യൂ നടത്തുമ്പോൾ അവർക്ക് 684.25 കോടി രൂപയാണ് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി കമ്പനിയിലേക്ക് ലഭിക്കുന്നത്. അത് അവർ എങ്ങനെ വിനിയോഗിക്കുമെന്ന് നോക്കുകയാണെങ്കിൽ പർച്ചേസ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ആണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. 99.79 കോടി രൂപ അത്തരത്തിൽ പുതിയ എക്യുപ്മെൻറ്റ്സ് വാങ്ങാനായിട്ട് കമ്പനി ഉപയോഗിക്കും. ബാക്കി 413.4 കോടി രൂപ അവരുടേതും അവരുടെ ഒരു സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള സെഗാൾ ഇൻഫ്രാ പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെയും ചില കടബാധ്യതകളും ചില പേയ്മെൻറ്റ്സും എല്ലാം കൊടുത്തു തീർക്കാനായിട്ട് 413.4 കോടി രൂപ വിനിയോഗിക്കും. ബാക്കിയുള്ള ആ തുകയാണ് ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് പർപ്പസിന് ഉപയോഗിക്കുന്നത് എന്നവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ലിസ്റ്റഡ് ആയി കഴിയുമ്പോൾ കമ്പനിയുടെ പിയർ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. PNC ഇൻഫ്രാടെക്, GR ഇൻഫ്രാ പ്രോജക്ട്സ്, HG ഇൻഫ്രാ എഞ്ചിനീയറിംഗ്, KNR കൺസ്ട്രക്ഷൻസ്, ITD സിമെന്റേഷൻ ഇന്ത്യ, ജയകുമാർ ഇൻഫ്രാ പ്രോജക്ട്സ് എന്നീ കമ്പനികളാണ് പ്രധാനമായിട്ട് ഇവരുടെ ലിസ്റ്റഡ് കമ്പനികളായിട്ട് വരുന്നത്. അവരുടെ PE റേഷ്യോ ആണ് ഈ അരികിലെ കുളത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ലീഡ് മാനേജേഴ്സ് ആരാന്ന് നോക്കാം. കമ്പനിയുടെ ICICI സെക്യൂരിറ്റീസും IIFL സെക്യൂരിറ്റീസും JM ഫിനാൻഷ്യൽ ലിമിറ്റഡുമാണ് ഈ ഇഷ്യൂവിൻ്റെ ലീഡ് മാനേജേഴ്സ്. രജിസ്ട്രാർ ലിങ്ക് ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. ഇനി നമുക്ക് ഫിനാൻഷ്യൽസ് നോക്കാം. മികച്ച ടോപ്പ് ലൈനും ബോട്ടം ലൈനും ആണെന്ന് നമ്മൾ തുടക്കത്തിലെ തന്നെ ഈ കമ്പനിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. റവന്യൂ നോക്കൂ, 2022 1146.5 കോടിയായിരുന്നു. അത് അടുത്ത വർഷം 2087.04 24 3066.19 കോടി രൂപയായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. നെറ്റ് ഇൻകത്തിലും അതേപോലെ തന്നെയുള്ള മാറ്റം നമുക്ക് കാണാം. 125.86 കോടി രൂപയായിരുന്നു 2022, അത് 2023 ആയപ്പോൾ 167.27, 2024 304.31 എന്നുള്ള ലെവലിലേക്കും വർദ്ധിച്ചിട്ടുണ്ട്. അതായത് 2023 നിന്ന് 24 നോക്കുമ്പോൾ
റവന്യൂ ആണെങ്കിൽ 46.92%, നെറ്റ് ഇൻകത്തിൽ അറ്റാദായത്തിൽ 81.81% വളർച്ചയാണ് കമ്പനി കാണിക്കുന്നത്. അതായത് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് സിഗാൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി സിഗാൾ ഇന്ത്യ IPO ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഡേറ്റ് ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 5 വരെയാണ്. നേരത്തെ 6 നമ്മൾ ഇടയ്ക്ക് എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റി പറഞ്ഞിരുന്നു. 5 വരെയാണ്. ഇഷ്യൂ പ്രൈസ് 380 രൂപ മുതൽ 401 രൂപ വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഏർണിങ്സ് വെച്ച് പരിശോധിക്കുമ്പോൾ ഇത് അഗ്രസീവ്ലി പ്രൈസ്ഡ് ആണ് എന്ന് പറയാം. 380 രൂപ മുതൽ 401 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കമ്പനിയുടെ എംപ്ലോയീസിന് അവർ 2 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് ഒരു ഓഹരിയിൽ 38 രൂപ വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അവരുടെ എംപ്ലോയീസിന് മാത്രമാണിത്. ഇനി നമുക്ക് ഫ്രഷ് ഇഷ്യൂ നോക്കാം. ഫ്രഷ് ഇഷ്യൂ 684.25 കോടി രൂപയ്ക്കുള്ളതുണ്ട്. ഓഫർ ഫോർ സെയിൽ ആണെങ്കിൽ 1.4 കോടി ഓഹരികളാണ് വിറ്റഴിക്കപ്പെടുന്നത്. അങ്ങനെ 568.41 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിൽ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ 1252.66 കോടി രൂപയ്ക്കുള്ളതാണ്. ഇനി ഇത് നമ്മൾ വാങ്ങുകയാണെങ്കിൽ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ 37 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാം. 5 രൂപയാണ് ഈ കമ്പനിയുടെ ഓഹരിയുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. 35% റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട് ആകെ ഇഷ്യൂവിൻ്റെ. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് ഓഗസ്റ്റ് 6 ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരിയാണിത്. ലിസ്റ്റിംഗ് ഓഗസ്റ്റ് 8 ആയിരിക്കുമെന്ന് കരുതപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഈ കമ്പനിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിവിഡൻഡ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 2023ലും 2024ലും അവർ 15% വെച്ചിട്ടാണ് ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിവിഡൻഡ് പോളിസി ഉണ്ട്. കൂടുതൽ ലാഭം വരികയാണെങ്കിൽ കൂടുതൽ പെർസെൻറ്റേജ് ഡിവിഡൻഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവരുടെ ഓർഡർ ബുക്ക് പരിശോധിക്കുകയാണെങ്കിൽ വളരെയധികം വലിയ തുകയ്ക്കുള്ള ഓർഡർ ബുക്കാണ് ഈ അടുത്ത കാലത്തേക്കുള്ളത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏകദേശം 9470.84 കോടി രൂപയ്ക്കുള്ള പുതിയ ഓർഡറുകൾ കമ്പനിക്ക് ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞു. ഈ കമ്പനി ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 6985.4 കോടി രൂപയ്ക്കുള്ളതായിരിക്കും. ഇപ്പോൾ പുതുതായിട്ട് കമ്പനി പൂർത്തിയാക്കിയിട്ടുള്ള ചില പ്രൊജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം. പഞ്ചാബിലെ റോഡുകളുടെ വൈഡനിങ്, വീതി കൂട്ടൽ, അതുപോലെ തന്നെ കർത്താർപൂർ സാഹിബ് പ്രോജക്റ്റ്, പിന്നെ ഡൽഹി സഹാരൻപൂർ പ്രൊജക്റ്റ്, അതായത് ഒരു എലവേറ്റഡ് കോറിഡോറാണ്. ഇതെല്ലാം ഇപ്പോൾ അടുത്ത ഇടയിൽ അവരത് പൂർത്തിയാക്കി കഴിഞ്ഞു. അങ്ങനെ വമ്പൻ പ്രൊജക്റ്റുകളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റവന്യൂവും ലാഭവും കൂടി വരുന്ന ഒരു കമ്പനി തന്നെയാണ്. അതുകൊണ്ട് സിഗാൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ ഓഹരി അപ്ലൈ ചെയ്യുന്നതിന് മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. സിഗാൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന IPO നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തംസപ്പ് തരാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഇടാനും മടിക്കണ്ട. പിന്നെ വീഡിയോ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു IPO വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.